चंदा चोरी की है तुमने तुमने भगवान श्री राम के नाम पे चंदा चोरी की है। രാമന്റെ പേരിൽ ഫണ്ട് മോഷണം നടത്തിയ നിങ്ങൾ അടങ്ങിയിരിക്കൂ. आज भगवान श्री राम आपको श्राप दे रहे होंगे कि तुम हमारे भक्त को अपमानित कर रहे हो. ഗാന്ധിജി എന്ന ഭക്തനെ അപമാനിക്കുന്ന നിങ്ങളെ ശ്രീരാമൻ ശപിക്കുന്നുണ്ടാകും. भाजपाई मित्र कह रहे हैं राम राम जपना पराया माल अपना, राम राम जपना पराया माल अपना. രാമനാമം ജപിക്കുക, മറ്റുള്ളവന്റെ സ്വത്ത് സ്വന്തമാക്കുക. अरे वो राष्ट्रपिता महात्मा गांधी इतने महान है, इतने महान है, इतने महान है कि दुनिया के 80 देशों में उनकी प्रतिमा लगी हुई है. मान्यवर രാഷ്ട്രപിതാവ് ഗാന്ധി എത്ര മഹാനാണ്. ലോകത്തെ 80 രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതിമകളുണ്ട്. इनकलाब जिंदाबाद, वंदे मातरम, वंदे मातरम, जय श्री राम, जय श्री राम. VBG റാംജി ബില്ലിനെതിരെ രാജ്യസഭയിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗം ആപ്പ് നേതാവ് സഞ്ജയ് സിംഗിന്റേത് തന്നെയായിരുന്നു. സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും വരെ കൈയടിച്ച പ്രസംഗം. കവിതാ ശകലങ്ങളും കുറുക്കിക്കൊള്ളുന്ന പ്രയോഗങ്ങളുമായി കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സഞ്ജയ് സിംഗ് തൊടുത്തുവിട്ടത്. ഇതിൽ വിളറിപൂണ്ട് പലപ്പോഴും പ്രതിപക്ഷം ബഹളം വെച്ചു. चंदा चोरी की है तुमने भगवान श्री राम के नाम पे चंदा चोरी की है. രാമന്റെ പേരിൽ കൊള്ളയടിക്കുന്നവരെ അടങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് സിംഗ് അതിനെ നേരിട്ടത്. 3 കാര്യങ്ങളിൽ ഊന്നിയാണ് സഞ്ജയ് സിംഗ് സംസാരിച്ചത്. 1, കേന്ദ്രം ഗാന്ധിജിയെ അപമാനിക്കുന്നു. 2, BJPക്കാർ ശ്രീരാമന്റെ പേരിൽ കൊള്ള നടത്തുന്നു. 3, കേന്ദ്രത്തിന്റെ ലക്ഷ്യം കർഷകർക്കുള്ള സഹായം തന്നെ നിർത്തുകയാണ്. സഞ്ജയ് സിംഗിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളെ മലയാളത്തിലാക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ. കർഷക സമരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സഞ്ജയ് സിംഗ് പ്രസംഗം തുടങ്ങിയത്. അന്ന് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ പ്രധാനമന്ത്രിയും BJPയും അത് കേട്ടില്ല. ഞങ്ങളെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. കർഷകരെ പാകിസ്ഥാനികളെന്നും ഖലിസ്ഥാനികളെന്നും വിളിച്ചു. ഒടുവിൽ 750 കർഷകർ രക്തസാക്ഷികളായ ശേഷം 1.5 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിക്ക് ബോധോദയമുണ്ടായി. और 1.5 साल के बाद प्रधानमंत्री जी एक दिन प्रकट होते हैं, कहते हैं मेरी तपस्या में कमी हो गई, हम कानून वापस ले रहे हैं. आज मैं आपसे कहना चाहता हूं मान्यवर, ये ऐतिहासिक भूल आप करने जा रहे हैं, ये गुनाह और पाप आप दोबारा करने जा रहे हैं. और इस काले कानून को पास करने के बाद इस देश का मजदूर सड़कों पे उतरेगा, इस देश का किसान सड़कों पे उतरेगा, इस देश का आम आदमी सड़कों पे उतरेगा, जिसके पेट और पीठ दोनों पे आप छुरा मारने का काम कर रहे हैं. പ്രധാനമന്ത്രി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എന്റെ തപസ്സിൽ കുറവുണ്ടായി, ഞങ്ങൾ നിയമങ്ങൾ പിൻവലിക്കുന്നു എന്ന്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്നത് ചരിത്രപരമായ തെറ്റാണ്. കുറ്റവും പാപവും നിങ്ങൾ വീണ്ടും ചെയ്യാൻ പോവുകയാണ്. ഈ കറുത്ത നിയമം പാസാക്കിയാൽ തൊഴിലാളികൾ തെരുവിലിറങ്ങും, കർഷകർ തെരുവിലിറങ്ങും, സാധാരണക്കാർ തെരുവിലിറങ്ങും. അവരുടെ മുന്നിലും പിന്നിലുമാണ് നിങ്ങൾ കത്തിവെക്കുന്നത്. ഈ ബില്ലിനെ നിങ്ങൾ റാംജി ബില്ലെന്ന് പറയുന്നു. ഭഗവാൻ ശ്രീരാമന്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ എത്ര കുറ്റങ്ങളാണ് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എത്ര കുറ്റങ്ങൾ ഒളിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയോട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? രാഷ്ട്രപിതാവ് ഗാന്ധി എത്ര മഹാനാണ്? ലോകത്തെ 80 രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതിമകളുണ്ട്. और जब G20 का सम्मेलन हुआ, दुनिया के तमाम राष्ट्राध्यक्ष आए, दुनिया के तमाम प्रधानमंत्री और राष्ट्रपति आए, तो भारत के प्रधानमंत्री को मजबूर होकर उसी राजघाट पर महात्मा गांधी के सामने सर झुकाना पड़ा. वो गोलवरकर की समाधि पे नहीं गए, गांधी की समाधि पे गए. वो गोडसे की समाधि पे नहीं गए, गांधी की समाधि पे गए. मान्यवर, G20 ഉച്ചകോടി നടന്നപ്പോൾ, ലോകത്തെ എല്ലാ രാഷ്ട്ര തലവന്മാരും വന്നപ്പോൾ, ഭാരതത്തിലെ പ്രധാനമന്ത്രിക്ക് രാജ്ഘട്ടിൽ ഗാന്ധിജിക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നു. മോദി ഗോവാൾക്കറുടെ സമാധിയിൽ പോയില്ല, ഗാന്ധിജിയുടെ സമാധിയിലാണ് പോയത്. മോദി ഗോഡ്സെയുടെ സമാധിയിൽ പോയില്ല, ഗാന്ധിജിയുടെ സമാധിയിലാണ് പോയത്. രാമരാജ്യം സ്വപ്നം കണ്ട വ്യക്തിയാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. राष्ट्रपिता महात्मा गांधी जो रघुपति राघव राजा राम का पाठ करते थे, राष्ट्रपिता महात्मा गांधी जो भगवान श्री राम के सच्चे भक्त थे. और याद रखिएगा मान्यवर, इस सरकार को आपके माध्यम से कहना चाहता हूं, भगवान को अपने भक्त से बहुत प्यार होता है. आज भगवान श्री राम आपको श्राप दे रहे होंगे कि तुम हमारे भक्त को अपमानित कर रहे हो. രഘുപതി രാഘവ രാജാറാം എന്ന് ജപിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഭഗവാൻ ശ്രീരാമന്റെ യഥാർത്ഥ ഭക്തനായിരുന്നു അദ്ദേഹം. ഈ സർക്കാരിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭഗവാന് തൻ്റെ ഭക്തനോട് വലിയ സ്നേഹമാണ്. ഇന്ന് ഭഗവാൻ ശ്രീരാമൻ നിങ്ങളെ ശപിക്കുന്നുണ്ടാകും.
നിങ്ങൾ എൻ്റെ ഭക്തനെ അപമാനിക്കുന്നു എന്നായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നത്. ഭഗവാൻ ശ്രീരാമൻ നിങ്ങളെ തീർച്ചയായും ശപിക്കുന്നുണ്ടാകും. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ വാജ്പേയി പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. രാമനാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളി ഒരു പ്രസ്താവന നടത്തി. ആ എതിരാളി പറഞ്ഞു, അടൽജി പൂജിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പൂജിച്ചുകൂടെ, എൻ്റെ പേരിലും റാം എന്നുണ്ടല്ലോ. അടൽജി അന്ന് നൽകിയ മറുപടി ഇതായിരുന്നു: രാമൻ ഞങ്ങളുടെ മര്യാദയുടെ പ്രതീകമാണ്, രാമൻ ഞങ്ങൾക്ക് മാതൃകയാണ്, രാമൻ ഞങ്ങൾക്ക് ആരാധനമൂർത്തിയാണ്, ദൈവതുല്യനാണ്. പിതാവിന്റെ വാക്ക് പാലിക്കാൻ 14 വർഷം വനവാസത്തിന് പോയവനാണ് രാമൻ. ലങ്കയെ നശിപ്പിച്ചവനാണ് രാമൻ. രാമൻ എന്നാൽ സ്വഭാവശുദ്ധിയാണ്, മര്യാദയാണ്, മാതൃകയാണ്. രാമന്റെ പേരിൽ സ്വഭാവശുദ്ധി വേണം. राम के नाम में चरित्र होना चाहिए, वरना तो हराम में भी राम लिखा हुआ है, वरना तो हराम में भी राम लिखा हुआ है. അല്ലെങ്കിൽ ഹറാം എന്ന വാക്കിലും റാം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് രാമന്റെ പേര് വെറുതെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ കുറ്റങ്ങൾ മറയ്ക്കപ്പെടില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ജി റാം ജി പദ്ധതിയിലൂടെ ഭഗവാൻ ശ്രീരാമനെ ആദരിക്കുകയാണോ അതോ അപമാനിക്കുകയാണോ എന്ന്. ഓരോ തെരുവിലും ഗ്രാമത്തിലും അദ്ദേഹത്തിന്റെ ചീത്തപ്പേര് കേൾപ്പിക്കുകയാണോ നിങ്ങൾ എന്ന്. രാജസ്ഥാനിൽ മൻരേഗ പദ്ധതിയിൽ 200 കോടി രൂപയുടെ അഴിമതി, ഗുജറാത്തിൽ 100 കോടി രൂപയുടെ അഴിമതി. എന്റെ കൈവശം എല്ലാ രേഖകളുമുണ്ട്. ഉത്തർപ്രദേശിൽ തൊഴിലാളികളുടെ പേരിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി, ഹരിയാനയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി. അഴിമതിയുടെ രേഖകൾ വേണോ സാർ? ഞാൻ നൽകാം. പക്ഷേ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇനി ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ച നടന്നാൽ ആളുകൾ എന്തു പറയും? ആളുകൾ പറയുക, BJP-ക്കാർ ജി റാം ജി പദ്ധതിയിലൂടെ UP-യിൽ 1000 കോടി അഴിമതി നടത്തിയെന്നായിരിക്കും. ഹരിയാനയിൽ കോടികൾ അടിച്ചുമാറ്റി എന്നല്ലേ ആളുകൾ പറയുക. ഇതോടെ ഭരണപക്ഷം ബഹളം വെച്ചു. അപ്പോൾ സഞ്ജയ് സിംഗിന്റെ ചോദ്യം ഇതായിരുന്നു: അപ്പോൾ ഞാൻ എന്ത് പറയണം സാർ? ഞാൻ ജി റാം ജി എന്ന് പറയണ്ടേ? ഗുജറാത്തിൽ 100 കണക്കിന് കോടി രൂപയുടെ അഴിമതി BJP-ക്കാർ ജി റാം ജിയുടെ പേരിൽ നടത്തിയെന്ന് പറയേണ്ടി വരും. രാജ്യം മുഴുവൻ ഗ്രാമങ്ങളിൽ ഇവരുടെ MLA-മാർ അഴിമതി നടത്തി. അപ്പോൾ നിങ്ങൾ രാമനെ ബഹുമാനിക്കുകയാണോ അതോ അപമാനിക്കുകയാണോ? നിങ്ങൾ രാമനെ അപമാനിക്കുകയാണ്. ഈ ബില്ല് വായിച്ചപ്പോൾ എനിക്ക് ഒരു വരി ഓർമ്മ വന്നു: അധ്വാനിക്കുന്നുണ്ട് ഞാൻ, എന്നിട്ടും വീട് ശൂന്യമാണ് ബാബുജി, മണ്ണിന്റെ കുറച്ച് ദീപങ്ങൾ വാങ്ങൂ, ഇത് ദീപാവലിയാണ് ബാബുജി. ഇങ്ങനെയുള്ള കവിതാ ശകലങ്ങൾ കൂടി പറഞ്ഞാണ് സഞ്ജയ് സിംഗ് തന്റെ പ്രസംഗങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് കർഷകരുടെ കയ്യിൽ പണമില്ലാത്ത സ്ഥിതിയിലാണെന്ന് സഞ്ജയ് സിംഗ് ഈ കവിതയിലൂടെ പറയുന്നു. ഇതിനിടയിൽ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കപ്പെടുന്നു. ബില്ലുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ റെക്കോർഡിൽ പോകരുത് എന്ന് ഭരണപക്ഷം വാദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഇടപെടുന്നു. അദ്ദേഹം ശാന്തനായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് സഞ്ജയ് സിംഗ് ശാന്തനായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പിന്നീട് മറുപടി നൽകാം. അദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് സഞ്ജയ് സിംഗിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ഖാർഗെ ഭരണപക്ഷത്തോട് ആവശ്യപ്പെടുന്നു. സഞ്ജയ് സിംഗ് തുടരുന്നു. भाजपाई मित्रों के लिए एक गाना गाना चाहता हूं कि देखो ऐ दीवानो ऐसा काम ना करो, राम का नाम बदनाम ना करो, राम का नाम बदनाम ना करो. इस जी राम जी योजना के नाम पे पूरे देश में आप लोगों का जो भ्रष्टाचार है, हम नहीं चाहते कि वो हमारे आराध्य भगवान श्री राम के साथ जुड़े. BJP സുഹൃത്തുക്കൾക്കായി ഞാൻ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ ഭ്രാന്തന്മാരെ, ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത്, രാമന്റെ പേര് ചീത്തയാക്കരുത്. ജി റാം ജി പദ്ധതിയുടെ പേരിൽ രാജ്യമെമ്പാടും നിങ്ങൾ നടത്തുന്ന അഴിമതി ആരാധനാമൂർത്തിയായ ശ്രീരാമന്റെ പേരിനൊപ്പം ചേർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അഴിമതിയും മോഷണവും കമ്മീഷൻ അടിയും രാമന്റെ പേരിനൊപ്പം ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ BJP സുഹൃത്തുക്കൾ പറയുന്നത് റാം റാം ജപ്ന പാരായ മാൽ അപ്ന, രാമനാമം ജപിക്കുക, മറ്റുള്ളവന്റെ സ്വത്ത് സ്വന്തമാക്കുക എന്നാണെന്നാണ് സഞ്ജയ് സിംഗ് പറയുന്നത്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കൊള്ളയിലും അഴിമതിയിലുമാണ്. ഈ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് 40% വിഹിതം സംസ്ഥാന സർക്കാരുകൾ നൽകണം എന്നാണ്. 60% കേന്ദ്രം നൽകും എന്നാണ്. നേരത്തെ 90% കേന്ദ്രവും 10% സംസ്ഥാനവുമായിരുന്നു നൽകിയിരുന്നത്. ഇന്ന് നിങ്ങളുടെ നയങ്ങൾ കാരണം സംസ്ഥാന സർക്കാരുകൾ ദരിദ്രമാണ്. സംസ്ഥാനങ്ങളെ നിങ്ങൾ പൊള്ളയാക്കി, കടക്കണിയിലാക്കി. എന്നിട്ട് ഇപ്പോൾ പറയുന്നു സംസ്ഥാനങ്ങൾ പണം നൽകണമെന്ന്. അതായത് നിങ്ങൾ ഈ പദ്ധതിയെ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഈ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പുതിയ രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കേണ്ട പ്രദേശം നിങ്ങളാണ് നിശ്ചയിക്കുന്നത്. 125 ദിവസത്തെ ജോലിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു. മൻരേഗ പദ്ധതിയിൽ 100 ദിവസത്തെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ശരാശരി 50 ദിവസങ്ങളിൽ കൂടുതൽ ജോലി നിങ്ങൾ നൽകിയിട്ടില്ല. നിങ്ങൾ തൊഴിലാളികളെ വഞ്ചിച്ചു.
ബജറ്റിൽ 12 കോടി ആളുകൾക്ക് നൽകേണ്ട തുകയുടെ പകുതി പോലും നിങ്ങൾ വകയിരുത്തിയില്ല. അതായത് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഏത് അവകാശത്തിന് വേണ്ടിയാണ് ജമ്മു കാശ്മീരിലെ ഞങ്ങളുടെ MLA മെഹരാജ് മാലിക് പോരാടിയത്? അദ്ദേഹത്തെ നിങ്ങൾ ജയിലിലടച്ചു. സോനം വാങ്ചുക്ക് ഏത് അവകാശത്തിന് വേണ്ടിയാണ് പോരാടിയത്? തൊഴിലാളികൾക്കും കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത്. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ ജയിലിലടച്ചു. സുൽത്താൻപൂരിലെ പണ്ഡിറ്റ് രാം നരേഷ് ത്രിപാഠിയുടെ ഒരു കവിത ഞാൻ ഇവിടെ ഉദ്ധരിക്കാം. ക്ഷേത്രത്തിലോ പള്ളിയിലോ പള്ളി പരിസരത്തോ ഇല്ല, മലയിലോ പുഴയിലോ വീട്ടിലോ ഇല്ല, തിരയുന്നവന് രാമന് ലഭിക്കും. പാവപ്പെട്ടവന്റെ വിശപ്പിലും ദാഹത്തിലും രാമനുണ്ട്. നിങ്ങൾ പാവപ്പെട്ടവനെ പട്ടിണിക്കിട്ട് അവരുടെ ജോലി തട്ടിപ്പറിച്ച് ജോലി ഇല്ലാതാക്കി പദ്ധതിയുടെ പേര് മാത്രം മാറ്റിയാൽ നിങ്ങളുടെ മഹിമ കൂടുമെന്ന് കരുതരുത്. നിങ്ങളുടെ ഈ വ്യാജ പ്രവൃത്തികൾ ഇനി രാജ്യത്ത് നടക്കില്ല. രാജ്യം മുഴുവൻ നിങ്ങളുടെ സത്യം അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ അയോധ്യയിൽ നിന്ന് ഒരു പദയാത്ര നടത്തി. അവിടെ കർഷകർ വന്ന് പറഞ്ഞു, BJP സർക്കാർ ലാത്തി വീശിയും ബുൾഡോസർ ഉപയോഗിച്ചും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി തട്ടിയെടുക്കുന്നു. आप धंधा कर रहे हैं, प्रभु श्री राम के नाम पे आप धंधा कर रहे हैं, अयोध्या के लोगों को लूटने का काम कर रहे हैं, अयोध्या के किसानों को लूटने का काम कर रहे हैं. इसीलिए अयोध्या के लोगों ने आपको हराया, इसीलिए अयोध्या के लोगों ने आपको हराया. ആ ഭൂമി വലിയ ബിൽഡർമാർക്ക് മറിച്ചു വിൽക്കുന്നു. കർഷകരിൽ നിന്ന് ലക്ഷങ്ങൾക്ക് വാങ്ങിയ ഭൂമി ലോധ ബ്രദേഴ്സ് പ്ലോട്ടുകളാക്കി കോടികൾക്ക് വിൽക്കുന്നു. നിങ്ങൾ ഭഗവാൻ ശ്രീരാമന്റെ പേരിൽ കച്ചവടം നടത്തുകയാണ്. അയോധ്യയിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. അതുകൊണ്ടാണ് അയോധ്യയിലെ ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചത്. നിങ്ങളുടെ സ്വഭാവം ഇതാണെങ്കിൽ രാജ്യം മുഴുവൻ നിങ്ങൾക്ക് മറുപടി നൽകും. മൻരേഗ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. പുതിയ പദ്ധതി വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാത്തത്? നിങ്ങൾ എന്താണ് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അവസാനം ഈ വരികളോടെ ഞാൻ നിർത്തുന്നു. ഞങ്ങൾ അധ്വാനിക്കുന്നവർ ഈ ലോകത്ത് നിന്ന് ഞങ്ങളുടെ വിഹിതം ചോദിക്കുമ്പോൾ ഒരു തോട്ടമല്ല, ഒരു പാടമല്ല, ഞങ്ങൾ ഈ ലോകം മുഴുവൻ ചോദിക്കും. ഈ രാജ്യത്തെ തൊഴിലാളികൾ നിങ്ങൾക്കെതിരെ നിൽക്കും. ഇൻക്വിലാബ് സിന്ദാബാദ്, വന്ദേ മാതരം, ജയ് ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് സിംഗ് തന്റെ തീപ്പൊരി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഓരോ വിഷയത്തിലും BJPക്ക് ഇങ്ങനെ തിരിച്ചടി കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചടി കൊടുക്കാമെന്ന വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് സഞ്ജയ് സിംഗിന്റെ ഓരോ പ്രസംഗങ്ങളും നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗ സമയത്ത് അത് കേൾക്കാൻ പ്രതിപക്ഷ അംഗങ്ങൾ മിക്കവരും സഭയിലുണ്ടാകും. തടസ്സപ്പെടുത്താൻ ഭരണപക്ഷവും ഉണ്ടാകും. കാരണം അത്രയ്ക്ക് വലിയ ക്ഷതമാണ് പലപ്പോഴും സഞ്ജയ് സിംഗ് BJPക്ക് വരുത്തിവെക്കുന്നത്. വന്ദേമാതരം ചർച്ചയിലെ പ്രസംഗവും ഇപ്പോൾ നമ്മൾ കണ്ട പ്രസംഗങ്ങളും അതിന് ഉദാഹരണമാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.